എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നാട്ടിൽ പോയപ്പോഴുള്ള ഒരു വ്ളോഗുമായിട്ടാണ്. നാട്ടിൽ പോയപ്പം നമ്മൾ പോയ കുറച്ച് സ്ഥലങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് ഈ ഒരു വ്ളോഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ നാട്ടിലേക്ക് വരുന്നതിൻ്റെ വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടു നോക്കിയിട്ടില്ലാത്തൊരു കണ്ടു നോക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ കായംകുളത്താണുള്ളത്. അപ്പം നമ്മൾ അടുത്ത ദിവസം തന്നെയാണെന്ന് തോന്നുന്നു നമ്മൾ സ്വർണ്ണക്കടയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് കമ്മലൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നു. അപ്പോൾ ഇവരുടെ കാതിൻ്റെ ഹോളെന്ന് പറയുന്നത് ഭയങ്കര ചെറുതാണ്. അപ്പോൾ സാധാരണ സ്വർണ്ണക്കമ്മലിൻ്റെ ആ ഒരു തണ്ട് അവരുടെ കാതിൽ കയറില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അവർക്ക് പറ്റിയത് നോക്കിയെടുക്കാനായിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഞാനും മമ്മിയും കുഞ്ഞമ്മയും മക്കളും കൂടെയാണ് പോയത്. ഓട്ടോയിലാണ് പോയത്. അപ്പോൾ കായംകുളത്തുള്ള ഭീമയിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ എനിക്കൊരു മൂക്കുത്തിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ തിരിച്ചു വന്നു. പിന്നെ നമ്മൾ അന്ന് വീട്ടിൽ തന്നെയായിരുന്നു. പഴയ ആൽബംസൊക്കെ എടുത്ത് നോക്കി. അപ്പം എപ്പോൾ വന്നാലും ഞാൻ പഴയതെല്ലാം ഒന്നുകൂടെ എടുത്ത് നോക്കും. അപ്പോൾ ഒരുപാട് മെമ്മറീസുള്ള ആൽബങ്ങൾ. ഇത് +2 ടൂറിന് പോയപ്പോൾ ഉള്ള ഫോട്ടോയാണ്. ഊട്ടിയാണ്. ഇത് വന്നിട്ട് എൻ്റെ അമ്മച്ചി, ചിറ്റപ്പൻ, കുഞ്ഞമ്മ, ഞാൻ, എൻ്റെ അനിയൻ, എൻ്റെ അമ്മ. ഇത് ഞാനും അനിയനും അമ്മയും പണ്ടത്തെ ഒരു ഫോട്ടോയാണ്. ഇത് ഞാനൊരു 5-6 വയസ്സുള്ളപ്പോൾ ഉള്ളൊരു ഫോട്ടോയാണ്. അച്ഛൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ളതാണ്. ഇതെൻ്റെ കുഞ്ഞമ്മയുടെ കല്യാണത്തിൻ്റെ ഫോട്ടോയാണ്. കുഞ്ഞമ്മയുടെ കൈ പിടിച്ചിരിക്കുന്നത് ഞാനാണ്. പിന്നെ ലക്ഷ്മിയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു December 17. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തു. വേറെ കേക്ക് വാങ്ങിച്ചില്ല. ഈ ഒരു കേക്ക് ഉള്ളതുകൊണ്ട് ഇത് ആണ് കട്ട് ചെയ്തത്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. ഡിസംബറിൽ വരുമ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ്. അധികം ചൂടുമില്ല, ചെറിയൊരു തണുപ്പും, പിന്നെ ഇടയ്ക്കൊരു മഴയും പെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ ഗാർഡനാണ്. ഹൈഡ്രേഞ്ചിയൊക്കെ മുട്ടിട്ട് നിൽപ്പുണ്ടായിരുന്നു. അത് ഞാൻ വരുന്നതിന് മുൻപേ വിരിഞ്ഞു. പിങ്ക് കളറുള്ള ഹൈഡ്രേഞ്ചായിരുന്നു. പിന്നെ ചെടികളൊക്കെ ഉണ്ട്. ഓരോ തവണ വരുമ്പോഴും ഓരോ രീതിയിലുള്ള ചെടികളാണ്. പിന്നെ മക്കൾ മോൻ്റെ കൂടെ കളി ആണ്. അപ്പം ഇപ്പം നന്നായിട്ട് സംസാരിക്കും. അതുകൊണ്ട് നല്ല രസമാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഇരുന്ന് കളിച്ചോളും. അപ്പം ഭയങ്കര സ്നേഹമാണ് മോന്. ഇത് വന്നിട്ട് ലക്ഷ്മി മക്കൾക്ക് വേണ്ടി തയ്പ്പിച്ച പാവാടയും ബ്ലൗസാണ്. അപ്പം ഇവിടുന്ന് മെറ്റീരിയൽ എടുത്തിട്ട് അളവൊന്നും വെക്കാതെ അല്ലാതെ ഒരു ഊഹം വെച്ചിട്ട് തയ്ച്ചാണ്. എങ്കിലും കറക്റ്റ് ഫിറ്റായിരുന്നു. പൊന്നിന് കുറച്ചൊരു ടൈറ്റായിരുന്നു ടോപ്പ്. അത് ഒന്നുകൂടെ ഒന്ന് ശരിയാക്കിയപ്പോൾ റെഡിയായി. പിന്നെ ഇതൊക്കെ നമ്മൾ വട്ടയിലയിൽ അപ്പം ഉണ്ടാക്കിയതാണ്. പിന്നെ ഋതുട്ടന് മക്കൾ ആ ഒരു പാവാട ഇട്ടപ്പോൾ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. മുത്തിനെ കൊണ്ട് ആ പാവാട ഊരിപ്പിക്കാതെ ഇട്ടുകൊണ്ട് നടക്കുകയാണ്. പിന്നെ നമ്മളന്ന് വൈകിട്ട് നമ്മുടെ അടുത്തുള്ള കരിമുട്ടം ദേവി ക്ഷേത്രത്തിൽ പോയി. അപ്പോൾ എപ്പോൾ വന്നാലും ഞാൻ ആദ്യം പോകുന്നത് കരിമുട്ടത്തമ്മ അടുത്താണ്. അപ്പോൾ ഒരു ദീപാരാധന സമയത്താണ് നമ്മൾ പോയത്. ബുധനാഴ്ച എന്തോ ആയിരുന്നു. അതുകൊണ്ട് ഒട്ടും തിരക്കില്ലായിരുന്നു. നന്നായിട്ട് കണ്ട് തൊഴുതു. പിന്നെ ഇതിപ്പോൾ അടുത്ത ദിവസമാണ്. ഞാനും കുഞ്ഞമ്മയും കൂടെ കായംകുളത്ത് പുതിയിടത്ത് അമ്പലത്തിൽ പോവാണ്. പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ പോയിട്ട് അതുവഴി നമ്മൾ മയൂരിയിലും പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ മുടി ബോട്ടോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ നമ്മൾ അമ്പലത്തിൽ പോയി. അതുവഴി അവിടെയും കൂടെ പോയിട്ട് വന്നപ്പം കുറച്ച് ലേറ്റായി. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞു. ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് കഴിഞ്ഞത്. അപ്പോൾ ഇത് വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ചയാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പ്രത്യേകത. അപ്പോൾ ആ ഒരു ദിവസമാണ് നമ്മൾ പോയത്. റൈറ്റ് സൈഡിൽ കാണുന്നത് ഞാൻ +2 പഠിച്ച സ്കൂളാണ്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. സെൻറ്റ് മേരീസിലാണ് ഞാൻ 10th വരെ പഠിച്ചത്. സെൻറ്റ് മേരീസ് പുതിയിടം അമ്പലത്തിൻ്റെ തൊട്ട് ബാക്കിലാണ് എൻ്റെ സ്കൂൾ. അപ്പോൾ ഇതിലേക്കൂടെയൊക്കെ പോകുമ്പം ഒരു നൊസ്റ്റാൾജിയാണ്. പണ്ടത്തെ ആ ഒരു ഓർമ്മകളൊക്കെ വരും. ഇതാണ് പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഉച്ചവരെ അമ്പലം തുറന്നിരിക്കും. അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് കണ്ടു തൊഴാം. അങ്ങനെ ഒരു 3 മണി സമയമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. അപ്പം മീൽസ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണിയാണ് കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പോൾ തിരിച്ച് ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോവാണ്.
അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നാൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം ഈ ഒരു സിറ്റ് ഔട്ടിലെ ഒരു കോർണറാണ്. അപ്പോൾ അവിടെ ഇരുന്നാൽ എത്ര സമയം വേണമെങ്കിലും അങ്ങനെ ഇരിക്കാം. ഒരു പ്രത്യേക ഒരു ഫീലാണ് ആ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പം. പൊന്നിട്ടിരിക്കുന്ന എൻ്റെ പഴയൊരു ചുരിദാറാണ്, ഞാൻ ഓഫീസിലൊക്കെ ഇട്ടുകൊണ്ട് പോയിരുന്ന ഒരു ചുരിദാറാണ്. അപ്പോൾ അത് അമ്മ എടുത്തപ്പോൾ അവളുടെ അടുത്ത് ഇട്ടുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അന്ന് ഒരു വെള്ളിയാഴ്ച ആയിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ ചുറ്റുളങ്ങര അമ്പലത്തിലേക്ക് പോവാണ്. പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്, പ്രീ പ്ലാൻഡ് ഒന്നും അല്ലായിരുന്നു. അപ്പം പെട്ടെന്ന് തന്നെ ഓട്ടോ വന്നു. അങ്ങനെ വെള്ളിയാഴ്ച ദിവസം ചുറ്റുളങ്ങര വിശേഷമാണ്. അപ്പം അവിടെ പോയിട്ട് അതുവഴി അച്ഛൻ്റെ കുടുംബത്തും കൂടെ കയറിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും മക്കളും അമ്മയും ഓട്ടോറിക്ഷയിലാണ് പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം കുറച്ചധികം ദൂരം, നമ്മളിപ്പോൾ കിഴക്കേ നടയിൽ കൂടെയാണ് കയറുന്നത്. 4 എൻട്രൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വഴിയിൽ കൂടെ പോയാൽ കിഴക്കേ നടയിലെത്തും ചുറ്റുളങ്ങര അമ്പലത്തിൻ്റെ. അപ്പോൾ നമ്മൾ ഓട്ടോ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ മാലയൊക്കെ വാങ്ങിച്ചിട്ട് അമ്പലത്തിലേക്ക് പോവാണ്. വെള്ളിയാഴ്ച വരുമ്പോൾ നല്ല രസമാണ്. ചുറ്റുവിളക്കും അതുപോലെ തന്നെ വലിയ വിളക്കൊക്കെ കത്തിച്ചിട്ട് ദേവി നന്നായിട്ട് ഒരുങ്ങി നിൽക്കുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച. എനിക്കെപ്പോഴും വൈകിട്ട് ചുറ്റുളങ്ങര അമ്പലത്തിൽ വരുന്നതാണ് ഒന്നുകൂടി ഇഷ്ടം, രാവിലെ വരുന്നതിനെക്കാട്ടിലും. നല്ല തിരക്കുണ്ടായിരുന്നു അകത്ത്. നന്നായിട്ട് കണ്ട് തൊഴുതു. നല്ല സാരിയും ആഭരണങ്ങളൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് അമ്മയെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം മക്കളെ കണ്ടുകൊണ്ട് തിരുമേനി 2 പൂക്കൾ തന്നിട്ടുണ്ടായിരുന്നു, പൂ കെട്ടിയത്. അപ്പോൾ 2 പേർക്കും അത് വെച്ച് കൊടുത്തു. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ പോയത് ഓലകെട്ടിയിലേക്കാണ്. ഓലകെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ അച്ഛൻ്റെ കുടുംബം. അപ്പോൾ അവിടെ പോയപ്പോൾ കുഞ്ഞമ്മ, അതുപോലെ ചിറ്റപ്പൻ, അമ്മുൻ്റെ ഹസ്ബൻഡ് വിഷ്ണു ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കസിൻ അപ്പുവിൻ്റെ കല്യാണമാണ് ജനുവരി 24-ന്. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമുണ്ട്. അപ്പോൾ നമ്മളവിടെ വന്ന് രാത്രിയിലാണ് ഇപ്പം നമ്മളവിടെ വന്ന്. കഴിഞ്ഞ തവണ നമ്മൾ പകൽ വരുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് അവിടെ ചെടികളും ഒക്കെ ആയിട്ട്. പിന്നെ അവിടെ ലവ് ബേർഡ്സ് ഉണ്ട്, പിന്നെ 2 പട്ടിക്കുട്ടികളുണ്ട്. അപ്പോൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഞങ്ങളെ വിളിക്കാനായിട്ട് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വന്നിട്ട് കായംകുളത്തുള്ള പുതിയൊരു കടയാണ്, കിങ് ഫുഡ് എന്ന് പറഞ്ഞ്, കിങ് ഫുഡ് കോർണർ അങ്ങനെയാണെന്ന് തോന്നുന്നു പേര്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. മുത്തിനെയും പൊന്നിനെയും കൊതുകൊക്കെ നന്നായിട്ട് കടിച്ച്, കൈയെല്ലാം നന്നായിട്ട് കടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ എന്തോ കൊതു എന്നെ അറ്റാക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ വീട്ടിൽ വന്നു. നമ്മൾ കുറച്ച് ലേറ്റായിട്ടായിരുന്നു കടയിൽ ചെന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് പൊറോട്ട കഴിച്ചത്. നമ്മൾ അൽഫാമൊക്കെ കഴിക്കാമെന്ന് കരുതി പോയതാണ്. അപ്പോൾ അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം നമ്മൾ അച്ഛനും അമ്മയും ഞാനും കൂടെ മാന്നാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് പോവാണ്. മാന്നാർ എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടുപാത്രങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ അവിടെ ഒരുപാട് കടകളുണ്ട് അതിനുവേണ്ടി മാത്രമായിട്ടുള്ളത്. ഈ കല്യാണ സമയമൊക്കെ വരുമ്പോൾ വിളക്കും താലമൊക്കെ കൊടുക്കുമല്ലോ, അപ്പോൾ അതൊക്കെ അവിടെ നിന്നാണ് കൂടുതൽ ആൾക്കാർ വന്ന് വാങ്ങിക്കുക. നല്ല ഓതൻറ്റിക് ആയിട്ടുള്ള ഓട്ടുപാത്രങ്ങൾ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ എൻ്റെ കല്യാണത്തിനൊക്കെ വിളക്കും പറയും അതൊക്കെ വാങ്ങിയത് മാന്നാറിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള വഴിയിൽ കൂടെ ഷോർട്ട് കട്ട് എടുത്തിട്ട് പോകാം. അപ്പോൾ ഇത് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രമാണ്. ഇതും വളരെ പുരാതനമായിട്ടുള്ളൊരു അമ്പലമാണ്. അപ്പം നെക്സ്റ്റ് ടൈം പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവിടെ പോയിട്ട് ഉള്ള വ്ളോഗ് എടുക്കുന്നതാണ്.
ഭയങ്കര ചുറ്റുമതിലൊക്കെ ആയിട്ട് ഒരുപാട് പഴക്കമുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കടകൾ. ഒരുപാട് കടകളുണ്ട് മാന്നാർ. അപ്പോൾ നമ്മൾ സ്വാമിയുടെ കട എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് സാധനങ്ങൾ എപ്പോഴും വാങ്ങിക്കാറുള്ളത്. പല ടൈപ്പിലുള്ള വിളക്കുകളും ഒക്കെ ആയിട്ട് നല്ല രസം തന്നെയാണ് ഈ ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മൾ കയറുന്ന കട, സ്വാമിയുടെ കട. അപ്പോൾ അവിടെ കയറുന്നതിന് മുന്നായിട്ടൊരു നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ലഞ്ചൊന്നും കഴിച്ചില്ല. ലഞ്ചൊക്കെ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എനിക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ചെറിയൊരു നിലവിളക്ക് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു പണ്ടത്തെ കാലത്തെ പാൽ മൊന്തയാണ്. അപ്പോൾ അത് കണ്ടപ്പം നോക്കിയതാണ്. പല സൈസിലുള്ള വിളക്കുകളും കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളും ഓട്ടുരുള്ളികളും വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കൊരു വലിയ 2 പാത്രങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് തൂക്കിയിട്ട് അതിൻ്റെ അവർ നമുക്ക് ഇങ്ങോട്ട് പൈസ തരും. അങ്ങനെ ഉരുളിയും ചട്ടും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴി റോഡ് സൈഡിൽ ഇങ്ങനെ ചക്ക വിൽക്കാനായിട്ടിട്ടുണ്ടായിരുന്നു. ചക്കയുടെ സീസണല്ല ഇപ്പം. അപ്പോൾ എനിക്ക് ചക്ക കഴിക്കാനായിട്ട്, പഴുത്തേക്ക് കഴിക്കാനായിട്ട് കൊതി. അപ്പോൾ ഇതൊരു ചെമ്പരത്തി വരിക്കയാണ്. അപ്പോൾ അതിലെ ഒരെണ്ണം നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ ഒരു ചക്കയ്ക്ക് 500 രൂപയായി. ഈ ചക്ക പഴുത്ത് നല്ലതായിരുന്നു. പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു കഥയുണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്ത വ്ളോഗിൽ പറയാം. അങ്ങനെ നമ്മൾ ചക്കയും അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നു. ഇത് കൊയ്പ്പള്ളി കാരായ്മ അമ്പലമാണ്, നമ്മുടെ വീടിനടുത്തുള്ള അമ്പലമാണ്. അവിടെ എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല. നാട്ടിൽ വന്നാൽ അമ്പലങ്ങളിൽ പോകുന്ന ഒരു പ്രത്യേക ഒരു ഫീലിംഗ് തന്നെയാണ്. ഇവിടുത്തെ കരോളൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. നല്ല സിനിമ പാട്ടൊക്കെ ഇട്ടിട്ടാണ് എല്ലാവരും വരുന്നത്. ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ദിവസമായി. ഇനി നമ്മളിന്ന് പോകാൻ പോകുന്നത് മണ്ണാറശാല, അതുപോലെ തന്നെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ അമ്പലത്തിൽ പോകുന്നത് കുഞ്ഞമ്മയും ഉണ്ണിക്കുട്ടനുമായിട്ടാണ്. ഉണ്ണിക്കുട്ടൻ എൻ്റെ കുഞ്ഞമ്മയുടെ മോനാണ്, സൂരജ് എന്നാണ് പേര്. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഞായറാഴ്ചയാണ് മണ്ണാറശാലയിലെ വിശേഷം. അപ്പോൾ ഞായറാഴ്ച ദിവസം അത്യാവശ്യം നല്ല തിരക്കാണ്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് മണ്ണാറശാല. ഹരിപ്പാട് ഹൈവേ ഒക്കെ നന്നായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡിൽ. അതുകൊണ്ട് ഷോർട്ട് കട്ടൊക്കെ എടുത്ത് നമ്മൾ ഇടവഴി കൂടെയൊക്കെയാണ് പോയത്. നല്ല തിരക്കാണ്. ശബരിമല സീസണും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കാണ് അമ്പലങ്ങളിലൊക്കെ. അപ്പോൾ ആദ്യം നമ്മൾ മണ്ണാറശാലയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കയറാം. ഇവിടെയൊക്കെ ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന അമ്പലങ്ങളാണ്. കല്യാണത്തിന് മുന്നായാലും കല്യാണം കഴിഞ്ഞ് നമ്മൾ ഡെലിവറിക്കൊക്കെ നാട്ടിൽ നിന്ന സമയത്താണെങ്കിലും എപ്പോഴും മാസത്തിലൊരിക്കലെങ്കിലും പോകുന്ന അമ്പലങ്ങളാണ്. മണ്ണാറശാല അമ്പലത്തിൽ നല്ല തിരക്കാണ്. അപ്പോൾ ഒരു പാർക്കിംഗ് സ്ലോട്ടുണ്ട്. അവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ നടന്നങ്ങോട്ട് പോവാണ്. ഇപ്പോൾ മണ്ണാറശാല അമ്പലത്തിൽ പോകുന്നതിൻ്റെ ഷോർട്സിൻ്റെ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. അപ്പോൾ ഇതാണ് അമ്പലത്തിലേക്കുള്ള എൻട്രൻസ്. പ്രത്യേക ഒരു ഫീലാണ് അമ്പലത്തിൽ ചെല്ലുമ്പം. കാവും കുളങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു തണുപ്പും, പിന്നെ കാവിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ നല്ല രസമാണ്. ഇത് ഒരു വേറൊരു ലോകത്ത് ചെല്ലുന്ന ഒരു ഫീലാണ്. കാവിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു കുളവും അവിടെ നിറയെ ആമകളും ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇല്ലമുണ്ട്, മണ്ണാറശാല ഇല്ലം. അപ്പോൾ അവിടെ നിലവറയുണ്ട്. പിന്നെ അവിടെ മണ്ണാറശാല അമ്മയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തൊഴുത് വരുമ്പോഴത്തേക്ക് മനസ്സൊന്ന് റിലാക്സ് ആകും. നല്ല തിരക്ക് ഉണ്ടായിരുന്നു അമ്പലത്തിൽ. അങ്ങനെ നമ്മളിപ്പം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഇവിടെ അമ്പലം അടയ്ക്കാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ചെന്നു. ഇവിടെ മയിലൊക്കെ ഉണ്ട്. അപ്പം 1-2 മയിലുകളാണ് ഇപ്പോൾ ഉള്ളത്. അവരവിടെ വിശ്രമിക്കുകയായിരുന്നു. അത്യാവശ്യം ഉച്ചയാകാറായി. നമ്മൾ അമ്പലത്തിലെത്തിയപ്പോഴത്തേക്ക് അമ്പലം അടയ്ക്കാറായി. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്കുള്ള വഴിപാടൊക്കെ ആയിട്ട് അമ്പലത്തിൽ കയറി തൊഴുതു. അതിനുശേഷം ഇറങ്ങിയിട്ട് ഇപ്പം അമ്പലക്കുളത്തിലേക്കൊന്ന് പോവാണ്.
അത്യാവശ്യം നല്ല വലിയൊരു അമ്പലക്കുളമാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് കൈനോട്ടക്കാരും ഒക്കെ നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു. വെറുതെ ഉള്ള സമാധാനം കളയണ്ടെന്ന് വെച്ചിട്ട് നമ്മളത് പോയില്ല. കുളത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് നല്ലൊരു തണുപ്പും നല്ലൊരു ഫീലാണ്. കുറച്ച് നേരം അവിടെ ഇരിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വരേണ്ടി വന്നു. അപ്പോൾ ഇതാണ് അമ്പലം. അമ്പലത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര മനോഹരമാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ വലിയൊരു വിഗ്രഹമാണ്. നല്ലൊരു കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. നന്നായിട്ട് കണ്ട് തൊഴുതു. അങ്ങനെ നമ്മൾ 2 അമ്പലവും ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഫുഡ് കഴിക്കാനായിട്ട് ഹരിപ്പാട് വന്നിട്ടിരിക്കുകയാണ്. ഇവിടെ ഷെഫ് പിള്ളയുടെ സഞ്ചാരം എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ തിയേറ്റർ കോംപ്ലക്സും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ബാംഗ്ലൂരിൽ ചെന്നപ്പം കഴിഞ്ഞ തവണ പോകാനായിട്ട് നമുക്ക് പറ്റിയില്ല, പിന്നെ കൊച്ചിയിൽ പോയപ്പോഴും പറ്റിയില്ല. അപ്പം നമ്മുടെ ഹരിപ്പാട് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. നല്ലൊരു ആംബിയൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു പുതിയൊരു റെസ്റ്റോറൻറ്റാണ് സഞ്ചാരം ബൈ ഷെഫ് പിള്ള. അപ്പോൾ ഇവിടെ എൻ്റെ കസിൻ വർക്ക് ചെയ്യുന്നുണ്ട്. കസിൻ കൊച്ചിയിലായിരുന്നു വർക്ക് ചെയ്തത്. ഞാൻ അറിഞ്ഞില്ല അവനിവിടെ ഉണ്ടാവുമെന്ന്. എൻ്റെ ചിറ്റപ്പൻ്റെ മോനാണ്. അപ്പോൾ ഞങ്ങളവിടെ കഴിക്കാനിരുന്നപ്പോൾ പരിചയമുള്ള ഒരാളിങ്ങനെ നടന്നു പോകുന്ന പോലെ തോന്നി. അപ്പോൾ ഞാനിങ്ങനെ വിളിച്ചപ്പോഴാണ് അവനാണെന്ന് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ അവൻ്റെ വക നമുക്ക് സ്പെഷ്യൽ ഡ്രിങ്കും അതുപോലെ ഒക്കെ കിട്ടി. അപ്പം ഒരു 11:30 സമയമൊക്കെ ആയി നമ്മളിവിടെ വന്നപ്പം. അപ്പോൾ ലഞ്ച് റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസാണ് നമ്മൾ ട്രൈ ചെയ്തത്. നല്ല ചൂടുകളൊക്കെ സെർവ് ചെയ്തു. ബോണ്ടിക്കുട്ടൻ അപ്പവും ചിക്കൻ കറിയും, പിന്നെ നമ്മൾ നൂൽ പൊറോട്ടയും എഗ് റോസ്റ്റുമാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് എൻ്റെ കസിൻ. അപ്പോൾ അവൻ നമുക്ക് പോമഗ്രാനേറ്റ് ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം തിരിച്ചു പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൺസ്ട്രക്ഷൻ വർക്ക് റൈറ്റ് സൈഡിൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. 1 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് നന്നാവും, റോഡൊക്കെ ഒന്നുകൂടെ ഈസിയാകും എയർപോർട്ടിലേക്കൊക്കെ പോകാനായിട്ട്. നമ്മളവിടുത്തെ ഷോർട്ട് കട്ട് എടുത്തിട്ടാണ് പോയത്. കുറച്ച് റെയിൽവേ ക്രോസുകളൊക്കെ ഉണ്ട്, എങ്കിലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകിട്ടൊക്കെ ആയപ്പോൾ അമ്മയുടെ കുടുംബത്തോട്ട് പോയി. അമ്പലത്തിൻ്റെ അടുത്തായിട്ടാണ് കുഞ്ഞമ്മയും മാമനും ഒക്കെ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ അപ്പൂപ്പൻ എപ്പോഴും ഉണ്ടാവുമായിരുന്നു. കഴിഞ്ഞ 1 വർഷമായിട്ട് നമുക്ക് എപ്പോഴും ഇങ്ങോട്ട് പോകാനായിട്ട് തോന്നുന്നില്ല, കാരണം നമ്മൾ അപ്പൂപ്പനവിടെ എപ്പോഴും സിറ്റ് ഔട്ടിൽ അവിടെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു മിസ്സിങ് ആണ്. ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം നമ്മൾ നല്ലൊരു വ്ളോഗുമായിട്ട് വരാം. പളനി യാത്രയായിരിക്കും അടുത്ത വ്ളോഗ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്